പുതിയ DGP റവാഡ ചന്ദ്രശേഖരൻ ഒരു TV-യുടെ അഭിമുഖത്തിൽ പറയുകയാണ്, അദ്ദേഹത്തോട് ചോദിച്ചു 16 വർഷത്തിന് ശേഷം കേരളത്തിൽ വന്നപ്പോൾ എന്ത് മാറ്റമാണ് കണ്ടതെന്ന്. എന്ത് തോന്നുന്നു, കേരളത്തിലേക്ക് ഒരു DGP 16 വർഷത്തിന് ശേഷം, ഇവിടുന്ന് വലിയ ഉദ്യോഗസ്ഥനായിരുന്ന ആളാണ്, ഒരുപാട് വിവാദങ്ങൾക്ക് ശേഷം സെൻട്രൽ ഡെപ്യൂട്ടേഷന് പോയിട്ട് തിരിച്ചു വന്നു, DGP ആകാൻ വേണ്ടി തിരിച്ചു വന്നു, എന്തായിരിക്കും കണ്ടിരിക്കുക കേരളത്തിൽ? പഴയ ഡിവൈഎഫ്ഐക്കാരനല്ലേ? ഒരു പാട്ടുണ്ടല്ലോ, കൂത്താട്ടുകുളത്തെ അല്ലേ, കൂത്തുപറമ്പിലെ വെടിവയ്പ്പിന് ശേഷം. അപ്പൊ അദ്ദേഹം SP ആണ്. ഞങ്ങളുടെ ബാബു, ഞങ്ങളുടെ റോഷൻ, ബാക്കിയൊന്നും പാടി, ഞങ്ങളുടെ ബാബു, ഞങ്ങളുടെ റോഷൻ, ഞങ്ങളുടെ മധുവും ഷിബുലാലും ധീരനായ രാജീവും എന്തിനു വേണ്ടി മരിച്ചെന്നാൽ അതിനു വേണ്ടി പോരാടാൻ ജീവൻ നൽകി, രക്തം നൽകി പോരാടാൻ സഖാക്കളെ നാം മുന്നോട്ട്. അപ്പൊ അത് വളരെ ആവേശത്തോടെ പ്രേക്ഷകരെ കണ്ടോ, ആവേശം കണ്ടോ. അപ്പൊ ഇപ്പൊ അല്ല കേട്ടോ, ഇപ്പൊ DYFI ഒന്നും അല്ല, ഇപ്പൊ നല്ല പക്ക ഭക്തനാണ്. അപ്പൊ റവദയായിരുന്നു ആ സമയത്ത് SP ആയിട്ടുണ്ടായിരുന്നെ. അദ്ദേഹം ജസ്റ്റ് ചാർജ് എടുത്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. പക്ഷെ അദ്ദേഹത്തിന് അതിന്റെ പേരിൽ ധാരാളം പഴി കേൾക്കേണ്ടി വന്നു. ശരിയല്ലേ? ആ വെടിവയ്പ്പിന് അദ്ദേഹത്തിന് ഓർഡർ ചെയ്യാൻ പറ്റില്ല. അതിന് കളക്ടറിനോ RDOനോ മാത്രമേ അത് ചെയ്യാനായിട്ടുള്ള അധികാരമുള്ളൂ എന്നിരിക്കെ അദ്ദേഹം ധാരാളം പഴി കേട്ടു. അദ്ദേഹത്തിൻ്റെ സർവീസിൽ അതൊരു ബ്ലാക്ക് മാർക്കായിട്ട് വരുമോ എന്ന് പോലും നമ്മൾ പ്രതീക്ഷിച്ചു. അപ്പം ഇത്രയും സഖാക്കളെ, താങ്കൾ എണ്ണിപ്പറഞ്ഞ സഖാക്കളെയൊക്കെ 5 പേരെ കൊല്ലുവാൻ കാരണമാണെന്ന് അന്നും ഇന്നും കമ്മ്യൂണിസ്റ്റുകാരും അവരുടെ SFIക്കാരും DYFIക്കാരും ഒക്കെ വിചാരിക്കുന്ന ഇദ്ദേഹം എങ്ങനെ DGP ആയി? ലിസ്റ്റ് അയച്ചു കൊടുക്കുമല്ലോ, അതിൽ നിന്നാണല്ലോ സെലക്റ്റഡ് ആയിട്ട് വരുന്നത്. എങ്ങനെ അദ്ദേഹം DGP ആയിരുന്നു പേര് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. നമുക്ക് പുറകോട്ട് തിരിഞ്ഞു നോക്കാം. 16 വർഷം അദ്ദേഹം എവിടെയായിരുന്നു? ഡൽഹിയിലും ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലും. എന്തുകൊണ്ട് അങ്ങനെ? സാധാരണ അദ്ദേഹം ഒരു ആന്ധ്രാപ്രദേശുകാരനാണ്, സൗത്തിലിരിക്കുന്നത് തന്നെയാണ് അദ്ദേഹത്തിന് നല്ലത്. വീട്ടിൽ പോകാൻ എന്ത് സൗകര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും അദ്ദേഹം എന്തുകൊണ്ട് ഡൽഹിയിലേക്ക് ഡെപ്യൂട്ടേഷനിൽ പോയി? കാരണം ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഏത് രീതിയിൽ സ്വീകരിക്കും, പെരുമാറും എന്നുള്ള കാര്യത്തിനകത്തൊക്കെ ഭയം. ഇപ്പൊ വന്നതോ? ഇപ്പൊ ഉന്നത സ്ഥാനത്തേക്കല്ലേ വന്നത്? അവര് വിളിച്ചിട്ടായിരിക്കുമല്ലോ വന്നത്. അവര് വിളിച്ചോ അതോ ആരെങ്കിലും നിർബന്ധിച്ച് അദ്ദേഹത്തിന് ഇവിടെ ചാർജ് കൊടുത്തോ? അദ്ദേഹം NIAയിലിരുന്നു, അദ്ദേഹം വിജിലൻസിലിരുന്നു. ഈ ഭാരതത്തിന്റെ പല കോണുകളിലുള്ള ഏറ്റവും ശക്തമായി നിൽക്കുന്ന സേനകൾക്കൊപ്പം കമാൻഡിങ് ഓഫീസറായി നിന്ന് പ്രവർത്തിച്ചതിന് ശേഷമാണ് കേരളത്തിലേക്ക് അദ്ദേഹം വരുന്നത്. കേരളം എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയൊരു പീനട്ട് എന്ന് പറയാം. അല്ല, അദ്ദേഹം ഇരുന്ന പദവികൾ വെച്ച് നോക്കുമ്പോൾ ആരായിരിക്കും അദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് അയച്ചത്? കേന്ദ്രമാണെന്നാണോ? കേന്ദ്രമല്ലേ അയച്ചിട്ടുണ്ടാവുക. കാരണം ഇവർക്കൊരിക്കലും, പിണറായി സഖാവിനും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവർക്കും ഒരിക്കലും റമദ ചന്ദ്രശേഖരനെ ഉൾക്കൊള്ളാൻ പറ്റില്ല. അദ്ദേഹത്തെ 5 രക്തസാക്ഷികൾ അവരുടെ പോലെ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ശവകുടീരങ്ങൾ കരയാറില്ല എന്നൊക്കെ പറഞ്ഞാലും അതൊരു മരണം തന്നെയാണ് ഒരു കുടുംബത്തിന്. എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, സ്വാശ്രയ സമരത്തിന്റെ പേരിലായിരുന്നു അവര് മരിക്കുന്നത്, ഈ രക്തസാക്ഷിത്വം വഹിക്കുന്നത്. അതേ സർക്കാർ തന്നെ എന്തിനെതിരെ പോരാടി മരിച്ചോ അതേ കാര്യം നടപ്പിലാക്കിയ സർക്കാരാണ് LDF സർക്കാർ. സ്വാശ്രയ കോളേജുകളും സ്വകാര്യ സർവകലാശാലകളും. നമ്മുടെ പിണറായി സഖാവിന്റെ മകളുണ്ടല്ലോ, അവരെവിടെയാ പഠിച്ചത്? അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പോഴും ആരാണ് ആ കാര്യം എഴുതിയെന്ന് മനസ്സിലാക്കുക. കുഞ്ഞനന്ദൻ നായർ ബെർലിനോ, അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇവരോടൊപ്പം പോയി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവരെ കൂട്ടി മാതാമൃതാനന്ദമയുടെ ഇവിടെയുള്ള കോയമ്പത്തൂരുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുപോയിട്ട് വീണയെ ചേർത്ത കാര്യങ്ങളൊക്കെ അദ്ദേഹം എഴുതിയത് ഞാൻ കൃത്യമായിട്ട് വായിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വന്തം കാര്യം സിന്ദാബാദ്, മുഷ്ടി ചുരുട്ടി വിളിക്കും സ്വന്തം കാര്യം സിന്ദാബാദ്, മുഷ്ടി ചുരുട്ടാണ്ട് വിളിക്കും നിങ്ങൾക്കൊപ്പം. ഇന്ത്യ മുന്നണിയാണുന്ന സമയത്ത് ഇങ്ങനെ കൈ കാണിക്കും, അനുഗ്രഹിക്കും. സ്വന്തം കാര്യം വരുമ്പോൾ ഇൻകുലാബ് സിന്ദാബാദ് എന്ന് വിളിക്കും. അപ്പോൾ ഒരാൾ മരിച്ചല്ലോ, ഈ ഇടയ്ക്ക് മരിച്ചല്ലോ, സ്വാശ്രയ സമരത്തിൽ വെടികൊണ്ട് പുഷ്പനെ പറ്റി. ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ? നല്ല കഥകളും കവിതകളൊക്കെ എഴുതുന്നുണ്ട് കേട്ടോ. അതൊക്കെ എഴുതിയാലും അദ്ദേഹം അനുഭവിച്ച് മരിച്ചു എന്നേ ഉള്ളൂ. പക്ഷെ എത്ര വർഷം ജീവച്ഛവമായിട്ട് പുഷ്പൻ കിടന്നു അല്ലേ? ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് കേരളം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ് സ്വാശ്രയ കോളേജുകൾ, ഓട്ടോണമസ് യൂണിവേഴ്സിറ്റികൾ അല്ലേ? അപ്പം ഇതൊക്കെ ഇവർക്കൊരു ഉളുപ്പുമില്ലേ? പണ്ട് കമ്പ്യൂട്ടർ വന്നപ്പോൾ എടുത്ത് കത്തിച്ച് കളയുമെന്ന് പറഞ്ഞു, ട്രാക്ടർ വന്നപ്പോൾ ഞങ്ങളെടുത്ത് കടലിൽ എറിയുമെന്ന് പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞിട്ട് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് ഇവർക്കൊരു ഉളുപ്പുമില്ല. കാരണം ദുഡ്സ് വരുന്ന മനസ്സിലായി. ഓരോ സ്വാശ്രയ കോളേജിൽ നിന്നും ദുഡ്സ് എന്ന് പറഞ്ഞാൽ കാര്യം മനസ്സിലായി, ഇങ്ങനെ കാണിക്കുമ്പോൾ അറിയാമല്ലോ, കാശ് വരുന്ന മനസ്സിലായി. കാശിന് മുകളിൽ
കാക്കയും പറക്കില്ല എന്നൊരു പരുന്ത് സോറി പരുന്തും പറക്കില്ല എന്നൊരു ചൊല്ലുണ്ട്. അത് കുറെ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഒരു ചൊല്ലുകളൊക്കെ. ഓക്കെ നമ്മുടെ തിരിച്ചിതിലേക്ക് വരികയാണെങ്കിൽ, റവതയുടെ കാര്യം പറഞ്ഞ് നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ, അദ്ദേഹത്തിന്റെ അഭിമുഖം ഞാനും കണ്ടിരുന്നു. ഓണത്തിന്റെ അന്ന് അദ്ദേഹവും പത്നിയും കൂടി ഇരിക്കുമ്പോൾ ആങ്കർ ചോദിക്കുകയാണ്, 16 വർഷങ്ങൾക്ക് ശേഷം വരുമ്പോൾ എന്താണ് കേരളത്തിൽ താങ്കൾ കാണുന്ന മാറ്റം? അദ്ദേഹം പറഞ്ഞ ഉത്തരം എല്ലാവരും കണ്ടതാണ്. നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അദ്ദേഹം കണ്ട മാറ്റം എന്തായിരിക്കും? ചോര കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഓരോ ലോക്കപ്പ് മുറികളും, ഓരോ ലോക്കപ്പ് മുറി ചില ഹൊറർ സിനിമകളിൽ ഇതിനെ കയറുമ്പോൾ അയ്യോ മേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഞെട്ടുന്ന പോലത്തെ കരച്ചിലും വിളിയൊക്കെ കേൾക്കാം. അതുപോലെ എന്നെ അടിക്കില്ലേ, എന്നെ കൊല്ലല്ലേ, എന്നെ ഇതാക്കല്ലേ എന്ന് പറയുന്ന ഉറക്കെ കരയുന്ന ആർത്തനാദങ്ങൾ അല്ലേ? ഈ ലോക്കപ്പിലെ മകനെ അല്ലെങ്കിൽ സഹോദരനെയോ കാണാൻ വന്ന് നിൽക്കുന്ന മുതിർന്നവരുടെ നെഞ്ച് പൊട്ടിയുള്ള കരച്ചിലുകൾ. പ്രിയൻ, ഞാൻ കുറച്ച് നാൾ മുമ്പ് ഇവിടെയുള്ളൊരു പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അവിടെ ഭിത്തി മുഴുവനും ചോര. ഞാൻ എന്തായി കാണണേ ചോര? അപ്പോൾ ഇവരെ ഞാൻ വിചാരിക്കുന്നു, നമ്മൾ ആരാണെങ്കിൽ തല ഇങ്ങനെ ഭിത്തിയോട് ചേർത്ത് ഇടിക്കുമ്പോൾ അല്ലെങ്കിൽ മുഖം വന്നിടിക്കുമ്പോൾ വന്ന ചോരയാണ്. ഉടനെ അവർക്ക് കാര്യം മനസ്സിലാവുന്ന, അതേ മാഡം അതല്ല, ഈ ആക്സിഡൻറ്റ് കേസൊക്കെ വരൂലേ, അപ്പോൾ അവരുടെ കയ്യിൽ ചോര അത് ഇതൊക്കെയാണ്. ഞാൻ നിങ്ങൾക്ക് ഇത്തിരി മര്യാദ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആൾക്കാർ കയറി വരുന്ന സ്ഥലമല്ലേ, അവരെ പേടിപ്പിക്കാതിരിക്കണമെങ്കിൽ അതൊന്ന് തൂത്ത് കളഞ്ഞൂടെ? അപ്പം തന്നെ ഒരു ചൂല് വെച്ച് ഇത്തിരി വെള്ളം വെച്ചാക്കിയ കളയില്ലേ? ഈ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാനായിട്ട് ഞാനും അരിയാഹാരം തന്നെയാണ് കേട്ടോ സഹോദരന്മാരെ കഴിക്കുന്നതെന്ന് പറഞ്ഞു. നമ്മളുടെ ലോക്കപ്പുകളെന്ന് പറയുകയാണെങ്കിൽ ഭീതിതം തന്നെയാണ്. ഒരു വർഷങ്ങൾക്ക് മുമ്പ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുള്ളൊരു വ്യക്തി എന്ന നിലയ്ക്ക്, ഇപ്പോഴും കൗൺസിലർ നിലയ്ക്കും അല്ലാണ്ടുമൊക്കെ പോകുന്നൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അന്നത്തെ പോലത്തെ നമ്മളിപ്പോൾ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, രാജനെയൊക്കെ കക്കയത്ത് കൊന്നതിനേക്കാളും ഭീതിതമായിട്ടല്ലേ ഉരുട്ടിക്കൊലപാതകങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ എന്താ നടക്കുന്നത്? ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ പൊട്ടി കരയാണ് ചെയ്തിട്ട്, നല്ല പ്രായമായ നല്ല പൊക്കവും മണ്ണൊക്കെ ഉള്ള ഒരാൾ, വേറൊരു ഹോട്ടൽ ഉടമസ്ഥൻ, ഒരു മിഡിൽ ക്ലാസ് എന്നോ എന്താണ് ഇൻകം കുറഞ്ഞ ആൾക്കാരെന്നോ തൊഴിലാളിയെന്നോ മുതലാളിയെന്നോ യാതൊരു അല്ലെങ്കിൽ ഈവൻ പൊളിറ്റീഷ്യനെന്നോ ഒരു വ്യത്യാസവും ഇല്ലാണ്ട് ആരുടെ പേർക്കും ഞങ്ങൾ കയറി പെരുമാറുമെന്ന് പറയുന്ന പോലെ. പ്രിയൻ ഓർക്കുന്നുണ്ടോ? SFIക്കാരുടെ 2 ലീഡർമാർ പോലീസ് ഇത് കിട്ടി, സെലക്ഷൻ കിട്ടി. പിന്നെയാണ് അവർ മനസ്സിലാക്കുന്നത് അവർക്ക് അതിനുള്ള യാതൊരു അർഹതയും ഇല്ല, അവരത് പാസ്സായിട്ടുമില്ല. എന്റെ ജൂനിയേഴ്സ് ആയിട്ട് പഠിച്ചവരെ 2 പേരും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ. അപ്പൊ പ്രിയന് ഈ കാര്യങ്ങളിലൊക്കെ നല്ല അല്ലെ? അപ്പോൾ അത് നമ്മൾ കേട്ടിട്ടുണ്ട്. അവർക്ക് അത് കിട്ടാനുള്ളൊരു അർഹതയും ഉണ്ടായിട്ടില്ല. പക്ഷെ അവരും അതിൽ കയറി. അപ്പൊ അവരുടെ മനസ്സിൽ എന്തൊരു ശൗര്യമായിരിക്കും. SFI എന്ന് പറഞ്ഞ് കയറി വരുന്നവർക്ക് KSUവിനെയും ABVPക്കാരെയും യുവമോർച്ചക്കാരെയൊക്കെ കാണുമ്പോൾ ഭയങ്കര അലർജി ആയിരിക്കും. ആ കൈത്തരിപ്പ് തീർക്കുന്നതാണ് നമ്മൾ കണ്ട യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിന്റെ അടുത്ത് സ്വാമിയാണ്. അതന്നെയാണ് സ്വാമിയാണ്. ഞാനതാ പറഞ്ഞു, സാധു മനുഷ്യൻ. അദ്ദേഹത്തിന് അത് ഡിഫെൻഡ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഉടുമുണ്ട് പോലും പൊട്ടിച്ചു. ഇന്ന് ഞാൻ ഒരു ഇതിൽ വായിക്കുകയായിരുന്നു, സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ട്. 1 മണിക്കൂർ ഒരു പോലീസ് സ്റ്റേഷനിൽ വെറുതെ നിർത്തേണ്ടി വന്നതിന് 50,000 രൂപ പിഴ കൊടുക്കാനാണ് പറഞ്ഞ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥര്. ഒരു കാര്യമില്ലാണ്ട് 1 മണിക്കൂർ നിർത്തിയുള്ളൂ. അത് നമ്മുടെ ഭാരതീയ ന്യായ സംഹിത ഇറങ്ങിയിട്ടുണ്ടല്ലോ, അതിലങ്ങനെയാണ് പറയുന്നത്. ബ്രിട്ടീഷുകാരൊക്കെ പോയി കടലിൽ കിടന്ന് പോയപ്പോൾ അവരുടെ നിയമങ്ങളും കൂടെ നമ്മളിപ്പോൾ കടൽ കയറ്റി വിട്ടു. അലഹബാദ് ഹൈക്കോടതിയുടെ ഒരു വിധിയുണ്ട്, സുപ്രധാന വിധിയാണ്. അതിനകത്ത് കോടതി പോലീസിനെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: രാജ്യത്തെ ഏറ്റവും വലിയ സായുധ അക്രമി സംഘമാണ് പോലീസ് എന്നാണ് കോടതി വിശേഷിപ്പിച്ചത്. ഇത് ഒരു തവണയല്ല, കോടതി പലതവണ ഇത്തരത്തിൽ പോലീസിനെ വിശേഷിപ്പിച്ചത്. കൊള്ള സംഘം എങ്ങനെയാണോ അതേ രീതിയിലാണ് അവർ പെരുമാറുന്നത്. ഒരു 3000 രൂപ കയ്യിൽ വെച്ച് അമ്മയ്ക്ക് ഓണക്കോടി എടുത്ത് സാധനവും വാങ്ങിച്ച് വീട്ടിൽ പോയിരുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഉദയകുമാർ. അയാളെ പിടിച്ചുകൊണ്ട് പോയിട്ടാണ് ഫോർട്ട് സ്റ്റേഷനിലെ ഈ മൃഗങ്ങൾക്ക് തുല്യമായിട്ടുള്ള അവന്മാർ, മൃഗങ്ങൾ പക്ഷേ ഇങ്ങനെ ചെയ്യില്ല, ആഹാരത്തിന് വേണ്ടി മാത്രമേ ഉള്ളൂ, അവന്മാർ ഉരുട്ടിക്കൊന്നത്. ഒരാളിപ്പോ പറയണ്ടായിരുന്നു, ബാത്റൂമിലെ വെള്ളമാണ് ദാഹിക്കുന്നു എന്ന് കരഞ്ഞപ്പോൾ ബാത്റൂം വാട്ടർ കൊടുത്തിട്ട് പോലും അദ്ദേഹം കുടിച്ച് പോകും. നമുക്ക് എത്ര നേരം ദാഹം ഇതായിട്ടിരിക്കാൻ പറ്റുമല്ലേ ഇങ്ങനെ ദ്രോഹിക്കുമ്പോൾ? പക്ഷേ പ്രിയൻ, ഞാൻ പറയട്ടെ, ഇതിനൊരു ലൈസൻസ് കൊടുക്കുന്ന ഒരാളുണ്ട്.
പിണറായി വിജയനിലേക്ക് തന്നെ നമുക്ക് പോയിന്റ് ചെയ്യേണ്ടി വരും. ഇവർക്ക് എന്ത് ചെയ്താലും, പ്രത്യേകിച്ച് ഇപ്പോൾ പ്രിയൻ പറഞ്ഞു, പ്രിയൻ്റെ ജൂനിയേഴ്സാണ് ഞാൻ മെൻഷൻ ചെയ്ത 2 SFI നേതാക്കന്മാരെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ധാരാളം പേരെ കൊണ്ട് ഈ സേനകൾ നിറച്ചു വെച്ചിരിക്കുകയാണ്. അവർക്ക് മറ്റുള്ളവരെ കാണുമ്പോൾ അതൊരു കൈത്തരിപ്പ് അല്ലെങ്കിൽ പഴയ പൂർവ്വകാല വൈരാഗ്യം തീർക്കാനുള്ള ഒരു അവസരമായിട്ടാണ് അവർ കരുതുന്നത്. അല്ലെങ്കിൽ എന്താണ് കുറച്ച് ഇതായിട്ടിരിക്കുന്നവരെ കണ്ട ഞങ്ങൾ കാക്കി കുപ്പായത്തിനുള്ളിൽ നിങ്ങളാരാ സംസാരിക്കാൻ, നമ്മൾ ന്യായമായിട്ടും പറയുന്നത് ഷട്ടപ്പ്. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ നിന്നോളണം. ചില സിനിമകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, എന്താണ് കസേര പോലെ ഇരുത്തും, കസേരയും സ്റ്റൂളൊന്നും ഉണ്ടാവില്ല, പക്ഷെ അതുപോലെ ഇരുത്തുന്നൊക്കെ കണ്ടിട്ടുണ്ട്. അവരുടെ തലയിൽ ആ തൊപ്പി വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ കാക്കി വിട്ട് കഴിഞ്ഞാൽ അവർക്കൊരു ബാധ കയറിയതുപോലെയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ചിലപ്പോൾ അങ്ങനെ വേണ്ടി വരികയായിരിക്കും. ഒരു വലിയ ആക്രമാസക്തമായ കൂട്ടത്തേക്ക് നിയന്ത്രിക്കാനായിട്ട് അവർക്ക് ചെയ്യേണ്ടി വരും. അവർ ചെയ്യുന്ന ജോലിയുടെ ആ ടെൻഷൻ കൊണ്ടായിരിക്കും. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അതൊന്നുമില്ലാണ്ട് ഇപ്പോൾ പറഞ്ഞ പല കേസുകളിൽ ഇപ്പം നമ്മൾ TV കണ്ടുകൊണ്ടിരിക്കുന്ന കേസുകളിൽ അങ്ങനെ ഒരു പ്രൊവോക്കേഷനൊന്നുമില്ല. അല്ലെങ്കിൽ ആ പോലീസ് ഓഫീസേഴ്സ് ടയേർഡല്ല, 3-4 ദിവസം ഉറക്കമുളച്ച് നിന്നിട്ട് വന്നിട്ട് ഉള്ള ആ ഒരു ഇതൊന്നും നമ്മൾ കാണുന്നില്ല. ഫ്രഷാണ് അവർ. അപ്പം ഞാനിപ്പോൾ വന്നു, എൻ്റെ കൈയൊക്കെ സോപ്പിട്ട് കഴിക്കാം, അന്ന് ഇവൻ്റെ മേത്ത് കിടക്കട്ടെ 2 എണ്ണം പറഞ്ഞ് പൊട്ടിക്കുന്ന പോലെയല്ലേ തോന്നുന്നത്. അപ്പം ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ഭാരതീയ ന്യായ സംഹിത വന്നപ്പോൾ അതിന് നല്ല മറുപടി ഇവർക്ക് കൊടുക്കുന്നുണ്ട്. നമുക്കും ജീവിക്കണം. പോലീസ് കുപ്പായം ഇട്ടു എന്ന് പറഞ്ഞിട്ട് ഒരാൾക്കും മറ്റൊരാളുടെ മേത്ത് കയറി ഇതാക്കാനായിട്ട് എന്തെങ്കിലും തരത്തിൽ കാണിക്കാൻ പറ്റില്ല. അതുപോലെ ഞാനൊരു കാര്യം പറയട്ടെ പ്രിയൻ, ഈ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള 5ാമത്തെ ആള് പോലീസ് ഡ്രൈവറായി നിന്നാ പറഞ്ഞത്. അദ്ദേഹം വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറായിട്ട് പോയി. എനിക്കറിയാവുന്ന വേറൊരു ലേഡി SI ആയിരുന്നു. ആ മാഡവും വേറെ ജോലി കിട്ടിപ്പോയി. എൻ്റെ ഡിവിഷനിൽ തന്നെ ഉണ്ടായിരുന്ന ഓവർസിയർ, അദ്ദേഹം പോലീസിൽ നിന്നും വന്നതാണ് മനസമാധാനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ശരിക്കും ന്യായമായിട്ടും നീതിയായിട്ടും പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് വരുന്ന പലരും മറ്റ് ജോലികൾ കിട്ടുമ്പോൾ അതിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. അതിനർത്ഥം ഇവിടെ എല്ലാം ശരിയല്ല, പോലീസിലെല്ലാം ശരിയല്ല. നല്ല ഇതായിട്ട് പ്രവർത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക്, നിയമങ്ങൾ അനുസരിച്ച് പെരുമാറണം എന്നുള്ളവർക്ക്, ജനങ്ങൾക്ക് അവരർഹിക്കുന്ന പോലത്തെ നീതി നടപ്പാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ പോലീസ് കുപ്പായം ചേരില്ല എന്നാണ് എനിക്കറിയാവുന്ന ഈ 3 കേസ്. ഈ ആദ്യത്തെ ആളുടെ അല്ല കേട്ടോ, ആദ്യത്തെ ആൾ ശരിക്കും ഉപദ്രവിച്ചിട്ടാണ് പോയത്. ആ പയ്യൻ പറയുകയും ചെയ്യുന്നുണ്ട്, മറ്റേ എന്താണ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് പറയുകയും ചെയ്യുന്നുണ്ട്, ജീപ്പിൽ നിന്ന് വലിച്ചിറക്കി പെട തുടങ്ങിയത് ഇദ്ദേഹമാണെന്ന്. ഞാൻ പറയുന്ന ഈ 2 പേരും പോലീസിൽ നിന്ന് മാറി സിവിൽ ജോലികളിലേക്ക് വരാൻ കാരണം അവർക്കത് പറ്റുന്നില്ല. ഈ അടിയും ഇടിയും മർദ്ദനവും കാര്യങ്ങളൊന്നും പറ്റുന്നില്ല. ഒരു കാര്യം കൂടെ പറയാം പ്രിയൻ, എന്നോടൊരു പോലീസ് ഓഫീസർ പറഞ്ഞു, ചില പെറ്റി കേസുകൾ നമുക്കറിയാം തെറ്റാണ് ചെയ്യുന്നതൊക്കെ അറിയാം, പക്ഷേ വേറൊന്നും ചെയ്യില്ല. അപ്പോൾ ജീപ്പിൽ തന്നെ 2 ഇടി കൊടുത്തിട്ട് പോലീസ് സ്റ്റേഷൻ ചെല്ലുമ്പോഴേക്കും റെഡിയായി നിൽക്കുന്നുണ്ടാവും വക്കീലും അല്ലെങ്കിൽ അവരുടെ മുതിർന്ന ആൾക്കാരെ. ഇപ്പം ജീപ്പിൽ തന്നെ 2 അടി കൊടുത്തിട്ട് പറയും ഈ മിണ്ടിപ്പോയതോടാ എന്ന് പറയുന്നു. അത് അവർക്ക് കൊടുക്കാൻ പറ്റുന്നൊരു പണിഷ്മെൻ്റ് അയാൾ ചെയ്ത അത്രയും തോന്നിയവാസത്തിന്. ചിലപ്പോൾ ഈ ഡ്രഗ്സ് വിൽപ്പനയായിരിക്കാം, അല്ലെങ്കിൽ സ്ത്രീകളെ ഉപദ്രവിച്ചതായിരിക്കാം, അങ്ങനെ പൂവാല ശല്യമായിരിക്കാം. അപ്പോൾ അതിനൊന്നും അവിടെ കൊണ്ട് ചെല്ലുമ്പോഴേക്കും ഇല്ലല്ലോ. എൻ്റെ അടുത്ത് പരമ്പളിനാളെ ഞാൻ താമസിക്കുന്നത്. അപ്പം ഞാൻ പോലീസ് ഓഫീസർ തേവരെയാണ് ഞങ്ങളുടെ ഇത്. എന്തുമാത്രം സിഗരറ്റും അതും ഇതൊക്കെയാണ്. സിഗരറ്റ് വലിക്കുന്നത് ലീഗലി പണിഷബിളാണ്. ഒരിടയ്ക്ക് ഉണ്ടായിരുന്നില്ല, ഇപ്പം ഡബിൾ ശക്തിയോടുകൂടെ വന്നിരിക്കുകയാണ്. അപ്പോൾ പോലീസ് ഓഫീസർ പറയാം, ആ മാഡത്തിന് ഇത്രയും വിഷമമുണ്ടല്ലോ, ഞങ്ങൾ നാളെ അവിടെ വരാം, മാഡവും കൂടെ കയറി ഇരുന്നോളൂ, നമുക്ക് ഇവരെയൊക്കെ പിടികൂടാം. അവിടെ ചെല്ലുമ്പോൾ സ്റ്റേഷനിൽ കുറച്ച് മേ ബി 1 കിലോമീറ്റർ അവേ ചെല്ലുമ്പോൾ ഞങ്ങളും മാഡവും മാത്രമേ ജീപ്പിലുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ പോലീസ് വണ്ടിയിലുണ്ടാവുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഫോൺ വന്ന് ഇവന്മാരൊക്കെ ഇറങ്ങിപ്പോവും. അപ്പോൾ അവരുടെ കൈകളും ടൈഡാണ്. നിയമം സംരക്ഷിക്കാനായിട്ട് അവർ ശ്രമിക്കുമ്പോൾ പറ്റുന്നില്ല. അപ്പോൾ കുറേയൊക്കെ അവരും കണ്ണടച്ച് വിട്ടുന്നു. ആ കണ്ണടയ്ക്കുന്നതിൻ്റെ ഫ്രസ്ട്രേഷൻ, കണ്ണടയ്ക്കപ്പെടാൻ നിർബന്ധിതരാകുന്നതിൻ്റെ ഫ്രസ്ട്രേഷൻ ഇങ്ങനെ തീർക്കുന്നു. അങ്ങനെയും നമുക്ക് വിചാരിക്കാം അല്ലേ? തീർച്ചയായും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.